ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ എംപിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിനിടെ ഗൺമാന് മർദ്ദനമേറ്റെന്ന സംഭവത്തിൽ 3 പേർ പിടിയിലായി. കാളികാവ് സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഗൂഗിൾ, എന്തിനായിരുന്നു ഈ കയ്യേറ്റ ശ്രമം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം? ഈ ഗതാഗത കുരുക്കിനിടെ എം പിയുടെ കാർ ഡ്രൈവർ ഫോൺ അടിച്ചതിൽ പ്രകോപിതരായാണ് ഇത്തരത്തിൽ എം പിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാളികാവ് സ്വദേശിയായിട്ടുള്ള ഉമ്മറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏറനാട് നിന്ന് തിരുവാലിയിൽ നിന്ന് വണ്ടൂരിലേക്ക് UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത്. എം പിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവുന്ന സമയത്ത് ഗൺമാൻ ഇറങ്ങി തടയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുള്ളത്. ശശി തരൂരിന്റെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഗൺമാന്റെ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും 2 പേർ കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ശശി തരൂർ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടേക്ക് പോവുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശശി തരൂർ എം പിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടില്ല. ഗൺമാനെയാണ് മർദ്ദനമേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ഒടുവിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.